പ്രിൻസ് കൂടിയുണ്ട് ഇടുക്കിയിൽ നിന്ന്. പ്രിൻസ്, അവിടെ 3 ഡാമുകൾ, വലിയ ഡാമുകളല്ല, ചെറിയ ഡാമുകളാണെങ്കിലും 3ഉം തുറന്നു വിടേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. റെഡ് അലർട്ട് നൽകുന്ന സാഹചര്യത്തിൽ വരെ ജലത്തിന്റെ നില എത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇത് സ്ഥിതി ഗുരുതരമാക്കുമോ? ഒപ്പം വലിയ ഡാമുകളിൽ ജലനിരപ്പ് എങ്ങനെയാണ്? ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യമുണ്ടോ? രേണുക, നിലവിൽ ഇന്ന് പുലർച്ചെ മുതൽ മഴയ്ക്ക് വലിയ തോതിലുള്ള ശമനമുണ്ട്. നിലവിൽ തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ് ഇടുക്കിയുടെ വിവിധ പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിലൊക്കെ അനുഭവപ്പെടുന്നത്. ഇടയ്ക്ക് ഒറ്റപ്പെട്ട മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രിയിലെ പോലെയോ അതിശക്തമായ ഒരു മഴ നിലവിൽ പെയ്യുന്നില്ല. നിലവിൽ ജില്ലയിലെ മലങ്കര ഡാമും കല്ലാർകുട്ടി പാമ്പള ഡാമും തുറന്ന വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. മലങ്കര ഡാമിന്റെ ഇതിൽ കഴിഞ്ഞ ദിവസം തന്നെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. എന്നാൽ ഇന്നലെ രാത്രി തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിരുന്നെങ്കിൽ പോലും തൊടുപുഴയാറും മൂവാറ്റുപുഴയാറും റെഡ് അലർട്ടിലേക്ക് എത്തിയതിനാൽ കഴിഞ്ഞ രാത്രിയിൽ അത്തരത്തിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാതെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴ കൊണ്ട് തന്നെ വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. എന്തായാലും നിലവിൽ ഈ മലങ്കര, കല്ലാർകുട്ടി, പാമ്പള ഡാമുകൾ കൂടാതെ ഇരട്ടയാർ, കല്ല തുടങ്ങിയ ഡാമുകളിലും റെഡ് അലർട്ടിലേക്കാണ് എത്തുന്നത്. എന്നെങ്കിലും മഴ തോർന്നു നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കല്ലാറും ഇരട്ടയാറും ഒക്കെ ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമുകളാണ്. ആ ഡാമുകൾ നിലവിലത്തെ അവസ്ഥയിൽ തുറക്കാതെ തന്നെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. പ്രധാന ഡാമുകളായ ഇടുക്കിയിലും മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ നിലവിൽ ഇത് ആശങ്കാജനകമല്ല. ഇടുക്കിയിലെ ജലനിരപ്പ് കഴിഞ്ഞ വർഷത്തേക്കാൾ നിലവിൽ ജലനിരപ്പ് ഇപ്പോഴും കുറവാണ്. കഴിഞ്ഞ തവണ ഈ സമയം ഉണ്ടായതിനേക്കാൾ കുറവാണ് ഇപ്പോഴും ജലനിരപ്പ്. അതുകൊണ്ട് ഇടുക്കിയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മുല്ലപ്പെരിയാറിലും സമാനമായ സാഹചര്യമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ സമയം കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാൾ വളരെ കുറവാണ് ഇപ്പോഴും ജലനിരപ്പുള്ളത്. അതുകൊണ്ട് തന്നെ പ്രധാന അണക്കെട്ടുകൾ ഇപ്പോൾ തുറക്കേണ്ട ഒരു സാഹചര്യമില്ല. എന്തായാലും നിലവിൽ ഇടുക്കിയിൽ മഴ മാറി നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും എല്ലാം മഴ മാറി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസമാണ്. എങ്കിലും രാത്രി കാലങ്ങളിൽ വീണ്ടും മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോഴും മൂടിക്കെട്ടിയ അന്തരീക്ഷമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ വീണ്ടും മഴ ശക്തമാണെന്ന് കരുതുന്നുണ്ട്. ജില്ലയിൽ നിലവിൽ 13 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. തൊടുപുഴ താലൂക്കിൽ 6ഉം ഇടുക്കിയിൽ 4ഉം ഉടുമ്പൻചോലയിൽ 1ഉം പീരുമേടിൽ 2 താലൂക്കുകളാണ് ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ ക്യാമ്പുകളിലായി ഏകദേശം 200ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ആദ്യ ദിവസത്തെ മഴയ്ക്ക് സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മഴ പെയ്തിട്ടില്ല. അതുപോലെ തന്നെ അത്തരത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും എനിക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസകരമാണ്. ശരി, വളരെ ഏതാണ്ട് 70ഓളം മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പറയുന്നത് ഇടുക്കിയിൽ ആദ്യ ദിവസം തന്നെ. പക്ഷേ പിന്നീട് മഴ മാറി നിന്നത് ആശ്വാസകരമാണ്. എങ്കിലും കനത്ത ജാഗ്രത അവിടെ തുടരുന്നുണ്ട്. ഡാമുകളിലെ നിലയും ഇപ്പോൾ ആശങ്കപ്പെടേണ്ടുന്ന സാഹചര്യത്തിലല്ല എന്നതാണ് പ്രിൻസ് ചൂണ്ടിക്കാട്ടുന്നത്. പ്രിൻസ് പി ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇനി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.